ഹായ്, നമസ്കാരം. റിയൽ ലൈഫ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടി വികളിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയുള്ളതാണ്. ഇപ്പം നമുക്ക് സ്മാർട്ട് ടി വികൾ എന്നാണ് എല്ലാ ടി വികളെയും പറയപ്പെടുന്നത്. ആ സ്മാർട്ട് ടി വികളിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള വീഡിയോയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്മാർട്ട് ടി വികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് സ്ട്രീമിങ്, അതായത് ആപ്ലിക്കേഷനൊക്കെ സ്ട്രീം ചെയ്യാൻ സാധിക്കുന്നതും അതേപോലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ള ടി വികളാണ് സ്മാർട്ട് ടി വികൾ എന്ന് പറയുന്നത്. സ്മാർട്ട് ടി വികൾക്കുള്ളിൽ തന്നെ നമുക്ക് പലവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നമുക്ക് പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് WebOS, ടൈസൺ, അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ടി വി, ഗൂഗിൾ ടി വി. WebOS ടി വി ആയാലും നമുക്ക് ആൻഡ്രോയിഡ് ടി വി ആയാലും ഗൂഗിൾ ടി വി ആയാലും എല്ലാം സ്മാർട്ട് ടി വി എന്നായിരിക്കും അറിയപ്പെടുന്നത്. അതിൽ നമുക്ക് WebOS ടി വി എന്താണെന്ന് പരിചയപ്പെടാം. WebOS ടി വി എന്ന് പറയുന്നത് നമുക്ക് സ്ട്രീമിംഗ് ആപ്ലിക്കേഷനുകളും നമുക്ക് കാസ്റ്റിംഗ് ഓപ്ഷനും ഇന്റർനെറ്റ് കണക്ടിവിറ്റി എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിലും നമുക്കൊരു പർട്ടിക്കുലർ ആപ്പ് സ്റ്റോറിൽ നിന്ന് മാത്രമേ നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ആ ഒരു വെണ്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സ്റ്റോറിൽ നിന്ന് മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷന്റെ അപ്ഡേഷനൊക്കെ പ്രോപ്പറായിട്ട് കിട്ടാതെ വരികയും നമുക്ക് സ്ട്രീമിംഗ് ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എററൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമുക്ക് അപ്ഡേഷൻ പ്രോപ്പറായിട്ട് കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ആൻഡ്രോയിഡിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഗൂഗിളിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നിട്ടുള്ള രണ്ട് ടി വികളാണ് ഈ ആൻഡ്രോയിഡ് ടി വി ആയാലും ഗൂഗിൾ ടി വി ആയാലും. ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ആൻഡ്രോയിഡ് ടി വിയും ഗൂഗിൾ ടി വിയും. ആൻഡ്രോയിഡ് ടി വികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ, അതായത് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതൊരു റോ സീരീസിലായിരിക്കും നമുക്ക് ഇന്റർഫേസിൽ കാണാൻ സാധിക്കുക. ആ ഇന്റർഫേസിൽ നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്തിടാൻ പറ്റുമെന്നുണ്ടെങ്കിലും ആ ഇന്റർഫേസിൽ നിന്ന് നമുക്ക് ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ അതിൽ നല്ല പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് അവിടെ സെലക്റ്റീവ് ആയിട്ട് തന്നെ കഴിഞ്ഞിട്ട് നമുക്ക് ആൻഡ്രോയിഡിലേക്ക് വന്നു കഴിയുമ്പോൾ ആൻഡ്രോയിഡ് ടി വിയിൽ നമുക്ക് ഗൂഗിളിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആപ്ലിക്കേഷൻ കൂടുതലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. കൂടുതൽ ആപ്ലിക്കേഷന്റെ അപ്ഡേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് വോയിസ് അസിസ്റ്റന്റ്, അതായത് റിമോട്ടിൽ നമുക്ക് വോയിസ് അസിസ്റ്റന്റ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഗൂഗിൾ ഫോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് കാസ്റ്റിംഗ് ഓപ്ഷനും ഇത്തിരിയൂടെ ഈസിങ് ആയിട്ടുണ്ട്. പക്ഷെ അതിന് നമുക്ക് ഇന്റർനെറ്റ് ആവശ്യമായിട്ട് തന്നെ വരും. സ്മാർട്ട് ടി വിക്കകത്ത് നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാതെ തന്നെ നമുക്ക് മിറർ കാസ്റ്റ് ഓപ്ഷൻസ് നമുക്ക് സജ്ജീകരണമായിരുന്നു. പക്ഷെ ഇത് നമുക്ക് ഗൂഗിൾ ടി വി, ആൻഡ്രോയിഡ് ടി വി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഇന്റർനെറ്റ് ആക്സസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ കാസ്റ്റ് ഓപ്ഷൻ വർക്ക് ആവുകയുള്ളൂ. പക്ഷെ അതിൽ നമുക്ക് ആ കാസ്റ്റ് ഓപ്ഷൻ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാൻ നമുക്ക് ഇന്റർനെറ്റ് നല്ല കണക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് മിറർ കാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് വോയിസ് അസിസ്റ്റന്റ് ഉപയോഗിച്ച് നമുക്ക് കണ്ടന്റുകൾ നമുക്ക് സെർച്ച് ചെയ്യാനും ആൻഡ്രോയിഡ് ടി വികൾ സാധിക്കും. അപ്പൊ അതിനുശേഷം വന്ന, അതായത് നിലവിൽ നമുക്ക് ആൻഡ്രോയിഡ് ടി വികളായിരുന്നു കുറച്ചു കാലമായിട്ട് ഉപയോഗിച്ചിട്ടിരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പരിണാമപ്പെടുത്തിയെടുത്ത OSനെയാണ് നമുക്ക് ഗൂഗിൾ ടി വി എന്ന് പറയുന്നത്. രണ്ടും ഗൂഗിളിന്റെ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഇന്റർഫേസിൽ ഏറ്റവും കൂടുതൽ ഇന്റർഫേസിൽ നമുക്ക് വ്യത്യാസം തോന്നുന്നത് നമുക്ക് നമ്മളെ ആവശ്യമുള്ള കണ്ടന്റ്, നമ്മൾ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്സസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ, നമ്മൾ സെർച്ച് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് നമ്മുടെ ഹോം സ്ക്രീനിൽ എപ്പോഴും ഒരു കണ്ടന്റ് ആയിട്ട് അവിടെ എപ്പോഴും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ അധിഷ്ഠിതമായിട്ട് പോലെ തന്നെ നമ്മുടെ സെർച്ചിങ് ഓപ്ഷനായിട്ടുള്ള കണ്ടന്റുകൾ ഏറ്റവും പോപ്പപ്പ് ആയിട്ട് വന്ന് കിടക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഗൂഗിൾ ടി വിക്കകത്ത് നമുക്കൊരു മറ്റൊരു ഫീച്ചറാണ് നമുക്ക് പേഴ്സണൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഓരോ അംഗങ്ങൾക്കും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരാവശ്യമുള്ള കണ്ടന്റുകൾ മാത്രം ആ പ്രൊഫൈലിൽ വന്നെടുക്കും. കുട്ടികൾക്കായിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടന്റുകൾ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ കുട്ടികൾ കാണുന്ന യൂട്യൂബിലെ കാർട്ടൂൺസ് ഒക്കെ നമുക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് ആഡ് ആവുകയില്ല. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ടന്റുകൾ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെയാണ് നമുക്ക് വോയിസ് അസിസ്റ്റന്റ് ഇൻബിൾട്ട് ആയിട്ട് വരുന്നത്. വോയിസ് അസിസ്റ്റന്റ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതലായിട്ട് സെർച്ച് ഓപ്ഷൻസ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ഫീച്ചറാണ് നമുക്ക് റിമോട്ടൊക്കെ മിസ്സായിട്ട് അല്ലെങ്കിൽ റിമോട്ട് ഡാമേജ് ആയിട്ടുണ്ടെന്നുണ്ട് നമ്മുടെ ഗൂഗിൾ ടി വി എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ സ്മാർട്ട് ഫോണിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി നമ്മുടെ ഗൂഗിൾ ടി വി ആക്സസ് ചെയ്യാനും ആ റിമോട്ടിന്റെ ഓപ്ഷൻസ് ഉപയോഗിച്ച് നമ്മുടെ ടി വി ഓപ്പറേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പം എന്തുകൊണ്ട് നമുക്ക് ആൻഡ്രോയിഡ് ടി വിക്കാട്ടും ഇത്തിരി കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഈസി ആക്സസിബിൾ ആയിട്ട് തോന്നുന്നത് ഗൂഗിൾ ടി വി തന്നെ ആയിരിക്കാം.
അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കമന്റിൽ പറഞ്ഞു തരാം. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.